സർവകലാശാല കേസുകളിലടക്കം സമീപകാലത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഹൈക്കോടതി സ്വീകരിച്ചത് കനത്ത നിലപാടുകളാണ്. അതിൽ ഒടുവിലത്തേതാണ് സർക്കാർ പട്ടികയിൽ നിന്ന് മാത്രമേ KTU-VCയെ നിയമിക്കാവൂ എന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഏതാനും മാസങ്ങൾക്കിടെ ഗവർണറുടെ 16 നടപടികൾ കോടതി റദ്ദാക്കുകയോ തിരുത്തുകയോ ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ നടത്തുന്ന ഇടപെടലുകൾ നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കുന്നതാണ് കോടതിയുടെ ഓരോ നടപടിയും. കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്നതെല്ലാം നിയമവിരുദ്ധമാണെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട്. ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് സർവകലാശാലകളിൽ നിയമം നടപ്പാക്കുമെന്ന് അവകാശപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഗവർണർ ചെയ്തു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു പല നടപടികളും. സർവകലാശാലകളിൽ എന്ത് നടക്കണമെന്ന് താൻ തീരുമാനിക്കും, VCമാരെ മുഴുവൻ താൻ തന്നെ നിയോഗിക്കും, ഇതായിരുന്നു ഗവർണറുടെ നിലപാട്. പല ഘട്ടങ്ങളിലും ഗവർണർ പരിധി വിടുന്നതും കേരളം കണ്ടു. മറുഭാഗത്ത് സർക്കാരും ഗവർണറുടെ തെറ്റായ നടപടികൾ ബാധിച്ച ഇരകളും നിയമവഴി തേടി. ഗവർണറുടെ നിലപാടുകളെ ഒന്നൊന്നായി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. വിഷയം സമഗ്രമായി പരിശോധിച്ച കോടതി ഗവർണറെ പലതവണ തിരുത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരള ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച തിരിച്ചടികൾ നിരവധിയാണ്. അതിലൊടുവിലത്തേതാണ് KTU-VC താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. KTU-VC നിയമനം സർക്കാർ പട്ടികയിൽ നിന്ന് തന്നെ വേണം എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയായിരുന്നു ഡിവിഷൻ ബെഞ്ച്. സിംഗിൾ ബെഞ്ചിൻ്റെ സമാന ഉത്തരവിൽ വ്യക്തത വേണമെന്ന ഗവർണറുടെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് നിരസിച്ചു. ഇതടക്കം കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടെ നിരവധി തിരിച്ചടികളാണ് കേരള ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. 2022 നവംബർ 8 ഗവർണർ രാജിവെക്കാൻ നിർദ്ദേശിച്ച VCമാർക്ക് തുടരാമെന്ന് ഹൈക്കോടതി. 2022 ഡിസംബർ 13 VCമാർക്കുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ പ്രതിനിധി ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. 2023 ഫെബ്രുവരി 16 VCമാരെ നിയോഗിക്കാനുള്ള അധികാരം സർക്കാരിനാണെന്ന് ഹൈക്കോടതി. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ ഗവർണർ VCമാരെ നിയോഗിക്കാവൂ. 2023 ഫെബ്രുവരി 20 KTU-VC സ്ഥാനത്ത് നിന്ന് സിസ തോമസിനെ സർക്കാരിന് മാറ്റാം. ഗവർണർ ചട്ടം മറികടക്കരുതെന്ന് ഹൈക്കോടതി. 2023 മാർച്ച് 17 KTU സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗവർണർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. 2023 മാർച്ച് 24 സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. 2023 ഡിസംബർ 12 കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ ശുപാർശ ചെയ്ത 4 സംഘപരിവാർ അനുകൂലികളുടെ നിയമനത്തിന് സ്റ്റേ. 2024 മാർച്ച് 21 കാലിക്കറ്റ് സർവകലാശാല VCയെ പുറത്താക്കിയ നടപടി അനിശ്ചിതകാലത്തേക്ക് കോടതി സ്റ്റേ ചെയ്തു. 2024 ജൂലൈ 18 ഫിഷറി സർവകലാശാലയിലേക്ക് VCയെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി നിർണയിച്ച ഗവർണറുടെ നടപടി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു. 2024 ജൂലൈ 19 ഗവർണർക്കെതിരെ 3 ഉത്തരവുകൾ പുറത്തുവന്ന ദിവസം കേരള MG മലയാളം സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി നിയമനങ്ങൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 2024 നവംബർ 26 സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നു മാത്രമേ KTU താൽക്കാലിക VC നിയമനം ചാൻസലർ നടത്താവൂ എന്ന് കോടതി. മുൻ ഉത്തരവിൽ വ്യക്തത ആവശ്യമില്ലെന്നും ഡിവിഷൻ ബെഞ്ച്. മുൻ ഉത്തരവുകളെല്ലാം മറ്റു മാർഗങ്ങളില്ലാതെ അനുസരിച്ച ഗവർണർ KTU-VC നിയമനത്തിൽ ഹൈക്കോടതി ഉത്തരവിന് ഒരു വിലയും കൽപ്പിച്ചില്ല. തന്നിഷ്ടപ്രകാരം നിയമനം നടത്തിയ ഗവർണറുടെ നടപടി ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് സർക്കാർ. ഗവർണർക്കെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വാദം കേൾക്കാൻ ഒരുങ്ങുകയാണ്. എത്ര തിരിച്ചടിയുണ്ടായാലും ഹൈക്കോടതി ഉത്തരവുകൾക്ക് ഗവർണർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് KTU-VC നിയമനത്തിൽ ഒടുവിലെടുത്ത തീരുമാനത്തിലൂടെ. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്.